ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇതുപോലുള്ള പ്ലാസ്റ്റിക് കയർ വെച്ചിട്ട് നമ്മുടെ വീട് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ്. അപ്പോൾ സിമ്പിളാണ്. ഇത് കണ്ടോ, ഇതുപോലെ പഴയ കയറായാലും മതി കേട്ടോ. ഇത്ര കളറുള്ളത് തന്നെ വേണമെന്നില്ല. നിറമൊക്കെ മങ്ങിയ പഴയ കയർ മതി. ഒന്നിനും ആവശ്യമില്ലാത്ത പഴയ കയർ എടുത്താൽ മതിയാവും. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നീളത്തിന് എടുത്തിട്ടുണ്ട്. ഒരു 1.5 മീറ്ററോളം ഉണ്ടാവും. പിന്നെ വേണ്ടത് ഇതുപോലുള്ളൊരു കാർഡ്ബോർഡിൻ്റെ ബോക്സ്. ഇതിപ്പം എന്താ നീളത്തിനുള്ളൊരു ബോക്സാണ്. ഇപ്പം ഇതിന് കുറച്ച് നീളം കുറവാണ്. ഇതിൽ നീളമുള്ള നല്ല നീളത്തിനുള്ള ബോക്സ് കിട്ടുവാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ ഇതിപ്പം അത്യാവശ്യം നീളമേ ഉള്ളൂ. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഫുള്ള് വേണ്ട. ഇതിൻ്റെ മുകളിലത്തെ അടപ്പിൻ്റെ സൈഡ് ഉണ്ടല്ലോ, അവിടെയൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ അത് വൃത്തിയായിട്ട് തന്നെ കട്ട് ചെയ്ത് കളയാൻ ശ്രദ്ധിക്കണം. സിസേഴ്സ് വെച്ചിട്ട് നല്ല ഒരു മുകൾ ഭാഗം ഒരു ഫിനിഷിങ് കിട്ടുന്ന രീതിയിൽ വേണം കട്ട് ചെയ്ത് കളയാൻ. പിന്നെ കാർഡ്ബോർഡ് ബോക്സ് അത്യാവശ്യം കട്ടി ഉണ്ടായിരിക്കണം കേട്ടോ. തീരെ കട്ടിയില്ലാത്തത് എടുക്കരുത്. പിന്നെ നല്ല നീളത്തിനൊക്കെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ കിട്ടുവാണെങ്കിൽ എടുത്ത് വെച്ചാൽ കുറച്ചുകൂടി ഉണ്ടാക്കുമ്പോൾ ഭംഗിയായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു കയറ് ഈ കാർഡ്ബോർഡ് ബോക്സിൻ്റെ മുകളിലേക്ക് ഒട്ടിക്കണം. അപ്പോൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഹോട്ട് ഗ്ലൂ ഗണ്ണാണ്. അപ്പോൾ പെട്ടെന്ന് ഒട്ട്, നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട. അതുപോലെ ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. പെട്ടെന്ന് ഇതൊന്ന് തേച്ചതിന് ശേഷം ഇതുപോലെ ഒട്ടിച്ചാൽ മതി. പിന്നെ ഒട്ടിക്കുന്നതിന് പ്രത്യേക രീതിയൊന്നും ഇല്ല കേട്ടോ. വളച്ചും തിരിച്ചും ഒക്കെ സിക്സാഗോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് ഡിസൈനാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ വളച്ചും തിരിച്ചും ഒട്ടിക്കുക. പിന്നെ നമ്മുടെ ബോക്സ് ചെറുതാണെന്നുണ്ടെങ്കിൽ അധികം കട്ടിയില്ലാത്ത കയർ എടുക്കുക. ചെറിയ ബോക്സിന് കട്ടി കുറഞ്ഞ കയറായിരിക്കും നല്ലത്. അപ്പം ഞാൻ ഇതുപോലെ വളച്ചാണ് ഒട്ടിക്കുന്നത്. ഒട്ടിക്കുന്ന സമയത്ത് വൃത്തിയാവാൻ ശ്രദ്ധിക്കണം. നമ്മുടെ ആ ഒരു ബോർഡർ കഴിഞ്ഞ് പോവാത്ത രീതിയിൽ വേണം ഉള്ളിലേക്ക് ഒട്ടിച്ച് എടുക്കാൻ. അതുപോലെ ഒരു സൈഡിലേക്ക് കുറച്ച് കൂടുതൽ വളച്ച് തിരിച്ച് ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. വളവും തിരിവും കൂടുന്തോറും ഇതിന് നല്ല ഭംഗിയായിട്ട് വരും നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ. അപ്പോൾ ഇതുപോലെ തന്നെ ഫുള്ള് ഒട്ടിക്കണം. ഇപ്പോൾ ഒരു സൈഡാണ് ഞാൻ കാണിക്കുന്നത്. ഇതുപോലെ ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുക്കുമ്പോൾ 4 സൈഡ് ഉണ്ടാവും. 4 സൈഡിൽ നമ്മൾ ഈ ഒരു കയർ വെച്ചിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വേണം ഒട്ടിച്ച് എടുക്കാൻ. അപ്പോൾ നമ്മൾ ഒട്ടി കഴിയുമ്പോഴും എങ്ങനെയുണ്ടെന്ന് നോക്കാം. കണ്ടോ, ഈ ഒരു സൈഡ് ഞാനിപ്പോൾ ഈ ഒരു ഡിസൈനിലാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഡിസൈൻ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ സൈഡിലും ഫുള്ള് കവർ ചെയ്യണം. കുറച്ചുകൂടെ ചെറിയ വളവാക്കിയിട്ട് ഒട്ടിച്ചാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പം ഞാൻ ഇവിടെയും ഇങ്ങനെ ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഫുള്ള് ഒട്ടിച്ച് എടുക്കണം. അപ്പോൾ കണ്ടോ, ഇതുപോലെ 4 സൈഡും ഞാൻ ഈ ഒരു കയർ വെച്ച് ഒട്ടിച്ചെടുത്തതാണ്. ഇത് 4 സൈഡ് ഒട്ടിക്കുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ നമ്മുടെ അതിൻ്റെ ബേസ് ഭാഗത്ത് തറയിൽ വെക്കുമ്പോൾ ഉള്ള ബേസ് ഭാഗത്ത് ഒട്ടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ എക്സ്ട്രാ ഉള്ള ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ആ സൈഡ് ഒരു കുറച്ച് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് കുറച്ച് ഗ്ലൂ തേച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. ഇങ്ങനെ പൊന്തി നിൽക്കാൻ പാടില്ല. അപ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് നമ്മുടെ ഒരു കാർഡ്ബോർഡിൽ ഈ ഒരു കയർ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡുകൾ കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാണല്ലോ, അപ്പോൾ ഒരു വൃത്തിക്ക് വേണ്ടിയിട്ട് വെറുതെ ഗ്ലൂ ഇങ്ങനെ തേച്ച് കൊടുക്കും. അപ്പോൾ ഗ്ലൂ അവിടെ ഉണങ്ങി ഇരുന്നോളും. അപ്പോൾ സൈഡിന് കുറച്ചൊരു ഭംഗി വരും. അപ്പോൾ ജസ്റ്റ് 4 സൈഡിനും ഗ്ലൂ ഇങ്ങനെ തേച്ച് കൊടുത്ത് ഒരു കറക്റ്റ് ഒരു ബേസ് പോലെ ആക്കി എടുക്കണം. അപ്പം ഏകദേശം 4 സൈഡിലും ഞാൻ സൈഡ് ഭാഗത്ത് ഗ്ലൂ തേച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു കുറച്ച് ഈ കയർ ഒട്ടിച്ചതിൻ്റെ ഇടയ്ക്ക് ഭാഗം കുറച്ച് പ്ലെയിൻ ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നേക്കാളും അവിടെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിന് ഞാനിപ്പോൾ സിമ്പിളായിട്ട് ചെയ്യുന്നത് കുറച്ച് ഗ്ലൂ ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു മുത്ത് പോലെ അവിടെ ഇരിക്കും. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പഴയ മാലയുടെയൊക്കെ മുത്തുണ്ടെന്നുണ്ടെങ്കിൽ ഏത് കളറായാലും കുഴപ്പമില്ല, ആ മുത്ത് വേണമെങ്കിൽ ഒട്ടിച്ച് വെക്കാം. നമ്മൾ പിന്നെ ഇതിൽ പെയിൻറ്റ് ചെയ്യുമല്ലോ, അപ്പോൾ മുത്ത് ഒട്ടിക്കാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ റഫായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അതൊക്കെ വേണമെങ്കിൽ ഒട്ടിച്ച് വെക്കാം. ഞാനിപ്പോൾ ഇതൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ഗ്ലൂ തന്നെ വെച്ചിട്ട് ചെറിയ മുത്ത് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കറക്റ്റ് കാണാൻ പറ്റുന്നില്ല, ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് നമ്മളിത് ഫുൾ ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് കാണാൻ പറ്റും. പിന്നെ ഉള്ളിൽ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഉള്ളിൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഉള്ളിൽ നമ്മൾ കാണുന്ന ഭാഗമല്ലല്ലോ. അപ്പോൾ ഇതിപ്പം ഡ്രൈ ആവാൻ സമയമൊന്നും വരാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിൽ പെയിൻറ്റ് ചെയ്യുവാണ്. ഞാനിപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് സിൽവർ കളറ് സ്പ്രേ പെയിൻ്റാണ്. അപ്പം നിങ്ങൾക്ക് സിൽവറോ അല്ലെന്നുണ്ടെങ്കിൽ മെറ്റാലിക് ഗോൾഡൻ കളറോ ഒക്കെ, മെറ്റലിൻ്റെ കളറോ ഗോൾഡൻ കളറോ ഒക്കെ യൂസ് ചെയ്യാം. എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുള്ളത് സിൽവർ അല്ലെങ്കിൽ മെറ്റാലിക് കളറാണ്. അപ്പോൾ ഇതിലേതെങ്കിലും യൂസ് ചെയ്യുക. സ്പ്രേ പെയിൻറ്റ് തന്നെ വേണമെന്നില്ല കേട്ടോ. സാധാരണ നമ്മുടെ കയ്യിലൊക്കെ ഉപയോഗിക്കുന്ന അക്രിലിക് മെറ്റാലിക് പെയിൻറ്റ് ഉപയോഗിച്ചാലും മതി. ഞാനിപ്പോൾ ഇങ്ങനെ ഫുള്ള് പെയിൻറ്റ് ചെയ്ത് എടുത്തതാണ്. കയറിൻ്റെ മുകളിലൊക്കെ പെയിൻ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു മുത്തുപോലെ ഇരുന്ന ഭാഗത്തൊക്കെ പെയിൻ്റ് ആയിട്ടുണ്ട്. പിന്നെ ഉള്ളിൽ കുഴപ്പമില്ല, പെയിൻ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല.
അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ വെക്കുന്നേക്കാൾ ഇതിൽ കുറച്ച് വർക്കും കൂടെ ചെയ്താൽ ഭംഗിയായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഫാബ്രിക് കളർ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അക്രിലിക് കളർ എടുക്കാം. ബ്ലാക്ക് കളറാണ് എടുക്കേണ്ടത് കേട്ടോ. സിൽവർ ആണെങ്കിലും മെറ്റാലിക് കളറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് കളർ എടുക്കുന്നതായിരിക്കും കുറച്ച് ഭംഗി. ഇതെന്തിനെന്ന് വെച്ചാൽ കറക്റ്റ് ഒരു ചെറിയൊരു ടച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്നുമില്ല, നമ്മൾ കുറച്ച് ഇതുപോലെ പെയിൻ്റ് എടുത്തതിന് ശേഷം ഈ കയറിൻ്റെ മുകൾ ഭാഗത്തേക്ക് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഫുൾ കവർ ചെയ്ത് പെയിൻറ്റ് അടിക്കരുത്, ജസ്റ്റ് ടച്ച് ചെയ്ത് പോകാനേ പാടുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് ഡാർക്ക് കളറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളിപ്പോൾ എന്ത് ഇതിനകത്ത് ഒട്ടിച്ച് വെച്ചാലും അത് കുറച്ച് എക്സ്പോസ് ചെയ്തിരിക്കുന്ന ഭാഗം, അതായത് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്തൊക്കെ പെയിൻറ്റ് തേച്ച് കൊടുക്കുക. ഞാനിപ്പോൾ പെയിൻറ്റ് തേക്കുന്നത് ഈ കയറിൻ്റെ പുറത്ത് മാത്രമല്ല, ഇതിൻ്റെ മുകളിൽ നമ്മൾ ചെറിയ മുത്ത് പോലെ ഗ്ലൂ തേച്ചല്ലോ, അപ്പോൾ അതിൻ്റെ പുറത്തൊക്കെ തേക്കുന്നുണ്ട്. അപ്പോൾ വല്ല ബട്ടൺസോ മുത്തോ ഒക്കെ ഒട്ടിച്ച് വെക്കുന്നവർ അതിൻ്റെ പുറത്തും കൂടെ ചെറുതായിട്ട് ബ്ലാക്ക് കളർ ഫുള്ള് ടച്ച് ചെയ്യാതെ ജസ്റ്റ് ടച്ച് ചെയ്ത് പോകുന്നത് നന്നായിരിക്കും. കണ്ടോ, മുത്തിൻ്റെ പുറത്ത് ഫുള്ള് ടച്ച് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, എങ്കിലും നല്ലൊരു ഫിനിഷിങ് വേണ്ട ആ ഒരു രീതിയിൽ ടച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ തന്നെ 4 സൈഡിലും ഫുള്ള് ടച്ച് ചെയ്ത് കളർ ചെയ്ത് എടുക്കുക. കണ്ടോ, അപ്പോൾ ഇപ്പോൾ സിൽവർ ആയതുകൊണ്ട് ക്യാമറയിൽ നന്നായിട്ട് കാണില്ല, നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടെ ഒരു ഭംഗിയുണ്ടാവും ഈ ബ്ലാക്ക് കളർ കൂടെ ചെയ്ത് വരുമ്പോൾ. അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൽ ഞാൻ ഇപ്പോൾ ഫ്ലവർ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ഫ്ലവർ വൈസ് ആയിട്ട് യൂസ് ചെയ്യാം. കണ്ടാൽ മെറ്റലിൻ്റെ ആണെന്നേ പറയുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.